ലേണിംഗ്. സില ബിൻതി ലഡ്കിയാം എന്ന് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ ആയിരുന്നു അല്ലെ, കവിതയായിരുന്നു. ഏകാന്ത് ശ്രീവാത്സവ് എഴുതിയിട്ടുള്ള സില ബിൻതി ലഡ്കിയാം എന്ന കവിതയിൽ നിന്നായിരിക്കും ഇത്തവണ നിങ്ങൾക്ക് 4 മാർക്കിന്റെ ആസ്വാദൻ ടിപ്പണി. ഈ ആസ്വാദൻ ടിപ്പണി ഇത്തവണ ചോദിക്കുക വിശ്ലേഷണാത്മക ടിപ്പണി എന്ന രീതിയിലാണ്. നമ്മൾ എഴുതുന്നത് ആശയം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്കിന്റെ. ഓക്കെ. दूबराज हो विष्णुभोग या नागकेसर, वे रंग और खुशबू से उन्हें पहचान लेती है. यहाँ लड़कियों के बारे में हमें क्या पता चलता है? ഇവിടെ ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പെൺകുട്ടികളുടെ എന്ത് സ്വഭാവ സവിശേഷതയാണ് ഇവിടെ പറയുന്നത്? നോക്കൂ, ലഡ്കിയാം അനുഭവി ഹേ, ലഡ്കിയാം ആലസി ഹേ, ലഡ്കിയാം കായർ ഹേ, ലഡ്കിയാം പ്യാരി ഹേ. നമ്മുടെ കവിതയിൽ തന്നെ പറയുന്നുണ്ട് ലഡ്കിയാം അനുഭവി ഹേ. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. दोपहर पर फैल रहती है पीली धूप में उनकी हंसी, इससे हमें क्या संदेश मिलता है? आराम करना, विपरीत स्थिति का सामना करना, काम से अलग होना, आलसी रहना. ചോദ്യം എങ്ങനെയാണ്? दोपहर भर फैली रहती है पीली धूप में उनकी हंसी, इससे हमें क्या संदेश मिलता है? आराम करना, विपरीत स्थिति का सामना करना, काम से अलग होना, आलसी होना. അതായത് വിപരീത സ്ഥിതി കാ സാമന കർണ എന്നതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്. और एक गुलाबी रोशनी उनके चेहरे से फूटकर फैलती रहती है धरती पर. यहाँ लड़कियों का कौन सा गुण स्पष्ट है? ഈ വരികൾ നോക്കിയേ. एक गुलाबी रोशनी, ഒരു നല്ല ചുവന്ന അല്ലെ, ഒരു ബ്ലഷിംഗ് ഉള്ള പോലത്തെ ആ ഒരു പ്രകാശം. ഉൻകെ ചെഹരെ സെ ഫൂട്ട്കർ ഫൈൽത്തി രഹത്തി ഹെ ധർത്തി പർ, അവരുടെ മുഖത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ തോന്നുകയാണ് അല്ലെ. യഹാം ലഡ്കിയോം കാ കോൻസാ ഗുൺ സ്പഷ്ട ഹെ, ഇവിടെ പെൺകുട്ടികളുടെ എന്ത് ഗുണമാണ് സ്പഷ്ടമാക്കുന്നത്? നോക്കിയേ. വേ ദുഃഖി ഹെ, വേ പ്രസന്ന ഹെ, വേ നിരാശ് ഹെ, വേ ദയാലു ഹെ. അവരെന്താണ്? അവര് പ്രസന്നരാണ്. വേ പ്രസന്ന ഹെ. ഇതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിൻ കെ കന്ധേ ജുക്ന, इसका मतलब क्या है? दिन के कंधे झुकना എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ്? ഇതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? നോക്കിയേ. സായങ്കാൽ ഹോന, അതായത് അന്നത്തെ ദിവസം കഴിയാറായി, ഒരു ദിവസത്തിന്റെ അവസാനം, അതിനെയാണെന്ന് പറയാ ദിൻ കെ കന്ധേ झुकना എന്ന് പറയാ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. यहाँ 1 जून के भोजन के लिए लड़कियों को क्या करना पड़ता है? यहाँ 1 जून के भोजन के लिए लड़कियों को क्या करना पड़ता है എന്ന് ചോദിക്കുമ്പോൾ അല്ലെ, അവര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആണ് ആ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെ. അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവിടുന്ന് പോകും അല്ലെ. ഒരുപാടൊന്നും ശേഖരിച്ചു വെക്കുന്ന ശീലം ആ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. നോക്കൂ. ധാൻ കട്ടായി കെ ബാദ് ലഡ്കിയാം ഖേതോं में जाती है, यहाँ से वहां से सिले बीनती है, पूरे दिन काम करके 1 जून का भोजन सुनिश्चित करती है. അതായത് ആ ദിവസം മൊത്തം പണിയെടുത്താലും ചിലപ്പോൾ ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ അല്ലെ. അപ്പോൾ അത് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെയായിരുന്നു അനുഭവിയായിട്ടുള്ള ആ സ്ത്രീകളുടെ ഒരു പ്രയത്നം അല്ലെങ്കിൽ ഒരു കർമ്മം എന്ന് പറയുന്നത്. നോക്കൂ, നെക്സ്റ്റ് ചോദ്യം. സില ബിൻതി ലഡ്കിയാം കവിത കി നിമ്നലിഖിത പങ്ക്തിയാം പഠേ ഓർ പ്രശ്നോं के उत्तर लिखे. താഴെ തന്നിരിക്കുന്ന വരികൾ വായിച്ച് ആ വരികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ഉൻകെ ബാലോ മേ ഹസ്തേ രഹത്തെ ഹൈ കനേർ കെ ഫൂൽ और एक गुलाबी रोशनी उनके चेहरे से फूटकर फैलती रहती है धरती पर. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? യഹാ ഗുലാബി റോഷ്നി കിസ്കി ഓർ സങ്കേത് കർത്തി ഹെ. ഇവിടെ ഈ ഗുലാബി റോഷ്നി എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗുലാബി റോഷ്നി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ഈ ഒരു കവിതയിൽ. നോക്കാം നമുക്ക്. നോക്കിയേ. सिला बिनती लड़कियां बहुत ही सीमित जीवन परिस्थितियों में जीने वाली है. അതായത് ഇങ്ങനെയുള്ള ഈ ധാന്യങ്ങൾ പെറുക്കിയെടുക്കാൻ വരുന്ന പെൺകുട്ടികൾ അല്ലെ, അവര് വളരെയധികം പരിമിതമായ ജീവൻ പരിസ്ഥിതിയുമേ ജീനെ വാലി ഹെ, ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്.
പെൺകുട്ടികളാണ്. വേ സിലാ ബീൻകർ ഏക് ജൂൻ കാ ഭോജൻ ഇക്ട്ടാ കർത്തി ഹെ. അവരെന്താണ് ഇത്തരത്തിലുള്ള ഇങ്ങനെ പൊഴിഞ്ഞു വീണിട്ടുള്ള ആ ധാന്യങ്ങൾ ശേഖരിച്ചിട്ടാണ് ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൂട്ടിവെക്കുന്നത്. पर वे अत्यंत खुशी और उल्लास के साथ ही अपना काम करती रहती है. പക്ഷേ എന്നിരുന്നാലും അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ ഉത്സാഹിച്ചിട്ടും ഒക്കെയാണ് അപ്നാ കാം കർത്തി രഹത്തി ഹെ, അവർ തന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഉൻകെ ചെഹരോം പർ ജലക്നെ വാലി ഗുലാബി റോഷ്നി ഇസ്കി ഓർ സംകേത് കർത്തി ഹെ. ഇതാണ് അവരുടെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം, ആ ഒരു പ്രസന്നത, ആ ഒരു ഉല്ലാസം, ഇതാണ് അവരുടെ മുഖത്തിലെ പ്രകാശം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ പാഠത്തിൽ നിന്ന് വരുന്ന 4 മാർക്കിന്റെ ചോദ്യം ഇതാണ്. കവിത കി വിശ്ലേഷണാത്മക ടിപ്പണി ലിഖേ. ഓക്കെ, ഈ കവിതയുടെ വിശ്ലേഷണാത്മക ടിപ്പണി എഴുതാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം നോക്കൂ. ശ്രീ ഏകാന്ത് ശ്രീവാത്സവ് की कविता है सिला बिनती लड़कियां. ശ്രീ ഏകാന്ത് ശ്രീവാത്സവിന്റെ കവിതയാണ് സിലാ ബിൻതി ലड़कियां എന്നുള്ളത്. इसमें सीमित परिस्थितियों में काम करके खुशी से जीने वाली कुछ लड़कियों का वर्णन है. ഇവിടെ വളരെ പരിമിതമായ സ്ഥലത്ത് നിന്നും അങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ ജീവിച്ച് ജോലി ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെ, അമ്മമാരെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, धान की कटाई के बाद खेतों में कुछ लड़कियां सिला बीनने को आती है. ഇങ്ങനെ ഈ ധാന്യങ്ങളൊക്കെ കട്ട് ചെയ്തതിനു ശേഷം അല്ലെ, കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പെൺകുട്ടികൾ എന്തിനു വരികയാണ്? ഈ പൊഴിഞ്ഞു വീണ ബാക്കി ധാന്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി വരികയാണ്. वे दोपहर की धूप में भी खुशी से ये काम करती है. അവർ ആ ഉച്ച വെയിലത്ത് പോലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ജോലി ചെയ്യുന്നത്. उनकी प्रसन्नता धरती पर गुलाबी रोशनी की तरह फैल जाती है. അവരുടെ ആ മുഖത്തെ ആ ഒരു പ്രസന്നത അല്ലെ, ആ ഉല്ലാസമൊക്കെ ഭയങ്കര ഒരു പ്രകാശം പോലെ ഭൂമിയിലേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. വേ ശാം തക് യേ കാര്യ കർത്തി ഹെ. അവർ വൈകുന്നേരം വരെ ഈ ഒരു ജോലി ചെയ്യും. തബ് ഉനെ ഏക് ജൂൻ കെ ലിയേ അവശ്യക് ദാൻ മിൽത്തെ ഹെ. അപ്പോൾ മാത്രമേ അവർക്ക് ഒരു നേരത്തേക്കുള്ള കുറച്ച് ധാന്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കവി കോ ऐसा लगता है कि കവി ഇതിനെ കാണുന്നത് ലഡ്കിയോം കെ ലൗട്ട്നെ കെ ബാദ് ബി ഗേത്തോ മേ ഉൻകി ഉപസ്ഥിതി ഹെ. അപ്പോൾ പെൺകുട്ടികൾ അവിടെ നിന്ന് പോയാലും അവരുടെ ആ ഒരു പ്രസൻസ് ആ ഒരു വയലിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കവി പറയുന്നത്. इसमें विपरीत परिस्थितियों का सामना करके जीने वाली कुछ लड़कियों का वर्णन है. ഇവിടെ വിപരീത പരിസ്ഥിതിയിൽ ജീവിക്കുന്ന പെൺകുട്ടികളുടെ ഒരു തരത്തിലുള്ള സ്ട്രഗിൾ ആണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. പർവേ അപ്ന കാം പ്രസന്നദാസേ കർത്തി രഹത്തി ഹെ. പക്ഷെ അവരവരുടെ ജോലി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഈ കവിത നിശ്ചയ ഹി പ്രേരണാദായക. ഈ ഒരു കവിത വളരെയധികം പ്രേരണാദായകമായിട്ടുള്ള കവിതയാണ്. അപ്പൊ ഇത്രയുമാണ് സിലാ ബിൻതി ലഡ്കിയാം എന്ന ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളും അതുപോലെ 4 മാർക്കിന്റെ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചാപ്റ്റർ ഒരിക്കലും വിട്ടുപോകരുത്. നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കുട്ടികളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈവിന് കൃത്യസമയത്ത് എത്തുക. ഓക്കെ, ബൈ.